മാന്യ പ്രേക്ഷകർക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൊൻപുക നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസം, ഭാഗ്യസംഖ്യ, ഭാഗ്യനേരം മുതലായവയാണ്. പിന്നെ അവർക്ക് വിവാഹത്തിന് അനുയോജ്യമായ മിഥുനക്കൂറിലെയും കർക്കിടകക്കൂറിലെയും ജാതകങ്ങളുമാണ്, നക്ഷത്രങ്ങളുമാണ്. അതിൽ ആദ്യം ഇവർക്ക് ഏറ്റവും ഫലപ്രദമായ ദിവസം എന്ന് വെച്ചാൽ ബുധനും വ്യാഴവുമാണ്. ഇവർക്ക് ഏറ്റവും നല്ല ദിവസം. ഭാഗ്യ സംഖ്യയായിട്ട് ഇവർക്ക് കണക്കാക്കുന്ന 3, ഭാഗ്യ ദിനങ്ങളായിട്ട് 3, 12, 21, 30. ഈ ദിവസങ്ങളിൽ ഇവർ പുതിയ കർത്തവ്യങ്ങളും പുതിയ കാര്യങ്ങളും ചെയ്യുന്നത് വളരെയധികം ഗുണമാണ്. ഇവരുടെ ഭാഗ്യ നിറമായിട്ട് മഞ്ഞ, പിന്നെ സ്വർണ്ണവർണ്ണ നിറമുള്ള മുതലായ നിറങ്ങളാണ് ഇവർക്ക് വളരെയധികം അനുയോജ്യം. ഈ കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ഇവർക്ക് ഏറ്റവും ഉചിതമായ രത്നം മഞ്ഞ പുഷ്പരാഗമാണ്. പിന്നെ ഇവരുടെ ഭാഗ്യ ദേവതയായിട്ട് കണക്കാക്കുന്ന ശ്രീരാമൻ, വിഷ്ണു, മൂകാംബിക മുതലായവയാണ്. പിന്നെ പുനർദ നക്ഷത്രക്കാർക്ക് മിഥുനക്കൂറിലെ സ്ത്രീകൾക്ക് വിവാഹം ചെയ്യുന്ന പുരുഷ ജാതകങ്ങളിൽ മൂലം, പൂരാടം, തിരുവോണം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, പിന്നെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, കാലി. ഇത്രയും നക്ഷത്രം സ്ത്രീകൾക്ക് അനുയോജ്യമാണ്. പിന്നെ മിഥുനക്കൂറിൽ പുരുഷന്മാർക്ക് വിവാഹം ചെയ്യുന്ന സ്ത്രീ ജാതകങ്ങൾ പുണർദം, പൂയം, മകം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ 11 നക്ഷത്രങ്ങളാണ് വളരെ അനുയോജ്യമായ പുരുഷന്മാർക്ക് വിവാഹം ചെയ്യാൻ അനുയോജ്യമായത്. പിന്നെ കർക്കിടകക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹം ചെയ്യാൻ അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ തിരുവോണം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, കാല്. പിന്നെ കർക്കിടകത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ പുണർദം, കാല്, പൂയം, മകം, ഉത്രം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരാടം, തിരുവോണം എന്നീ മുതലായ നക്ഷത്രങ്ങൾ വിവാഹം ചെയ്യാൻ അനുകൂലമാണ്. പിന്നെ പൊതുവായി ആയില്യം, പൂരം, അത്തം, ഉത്രം, അവിട്ടം, ചതയം മുതലായ ജാതകരായി യാതൊരു വശ പണമിടപാടുകളോ കൂട്ടുകെട്ടോ ഇല്ലാതിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ പുണർദം നക്ഷത്രക്കാർക്ക് അനുയോജ്യമല്ലാത്ത രത്നമായി കണക്കാക്കുന്ന മരതകവും വജ്രമാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നന്ദി, നമസ്കാരം.